അപ്പോൾ യൂറോപ്പ് കപ്പ് ഗ്രൂപ്പ് ഗ്രൗണ്ടിൽ ജർമ്മനിയുടെ ലക്ഷ്യം സമ്പൂർണ്ണ വിജയമാണ്. സമ്പൂർണ്ണ ജയലക്ഷ്യം ജർമ്മനി ഇറങ്ങുന്നു. രാത്രി 12:30-ക്കാണ് മത്സരം. അതിൽ സ്വിറ്റ്സർലാൻഡ് എതിരാളികൾ. അതേസമയം നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലൻഡ് ഹംഗറിയാണ് നേരിടുക. 3 മത്സരങ്ങളും ജയിച്ച പ്രീ ക്വാർട്ടർ പ്രവേശനം രാജകീയമാക്കാൻ ജർമ്മനി. ആതിഥേയരെ സമനിലയിലെങ്കിലും കുരുക്കി അവസാന 16-ൽ ഇടമുറപ്പിക്കാൻ സ്വിറ്റ്സർലൻഡ്. ഹംഗറിക്കെതിരെ വമ്പൻ ജയത്തിനൊപ്പം സ്വിറ്റ്സർലൻഡിന്റെ തോൽവി കാത്തിരിക്കുന്ന സ്കോട്ട്ലൻഡ്. ആശ്വാസ ജയത്തോടെ മടങ്ങാൻ ഹംഗറി. അവസാന റൗണ്ട് പോരിനിറങ്ങുമ്പോൾ എ ഗ്രൂപ്പിലെ ടീമുകളുടെ മോഹങ്ങളും ആശങ്കകളും. സ്കോട്ട്ലൻഡിനെ 5-1-നും ഹംഗറിയെ എതിരില്ലാത്ത 2 ഗോളിനും തോൽപ്പിച്ച ജർമ്മനിക്ക് തന്നെയാണ് സ്വിറ്റ്സർലൻഡിനെതിരെയും മുൻതൂക്കം. ജൂലിയൻ നെഗൽസ്മാന് കീഴിൽ പഴയ വീര്യം വീണ്ടെടുത്തു കഴിഞ്ഞു ജർമ്മൻ പോരാളികൾ. 2 കളിയിൽ 4 പോയിന്റുള്ള സ്കോട്ട്ലൻഡിന് പ്രീ ക്വാർട്ടറിലെത്താൻ തോൽവി ഒഴിവാക്കിയേ തീരൂ. ഷെർദാൻ ഷാക്കിറുടെയും ഷാക്കിയുടെയും ഒക്കെ ബൂട്ടുകൾ രക്ഷക്കെത്തിയാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ പോലുമാകാം സ്വിസ് പടയ്ക്ക്. 1 പോയിന്റ് മാത്രമുള്ള സ്കോട്ട്ലൻഡിന് പ്രീ ക്വാർട്ടറിലെത്താൻ പല കടമ്പകൾ. ഹംഗറിക്കെതിരെ മികച്ച ജയത്തിനൊപ്പം സ്വിറ്റ്സർലാൻഡ് ജർമ്മനിയോട് വൻ മാർജിനിൽ തോൽക്കണം. തോൽവിയോ സമനിലയോ എങ്കിൽ ഹംഗറിക്കൊപ്പം സ്കോട്ട്ലൻഡിനും വിമാനം കയറാം. സ്പോർട്സ് ഡെസ്ക് 24.